ശ്രീ എം പ്രകാശ് മാസ്റ്റർ, ഒരു ആന്തരിക ശക്തി ഇന്ത്യൻ ജനാധിപത്യത്തിലുണ്ട്, അത് പ്രകടമാകും എന്നുള്ളതാണ് കെ പി നൗഷാദ് അലിയുടെ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. 1-ാം തീയതി ഇന്ത്യ ബ്ലോക്കിൻ്റെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പക്ഷേ മമതാ ബാനർജി അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി ആകേണ്ടത് ഒരുപക്ഷെ മമതയോ അല്ലെങ്കിൽ സ്റ്റാലിനോ ആണ്. അത് സ്റ്റാലിൻ എന്തായാലും പങ്കെടുക്കും. വളരെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സ്റ്റാലിൻ മുന്നോട്ട് പോകുന്നത് നമ്മൾ വളരെ കൺസിസ്റ്റൻ്റായി കാണുന്നതാണ്. പക്ഷെ മമതയുടെ കാര്യത്തിൽ ആ കൺസിസ്റ്റൻസി ഇല്ലല്ലോ ശ്രീ പ്രകാശ് മാസ്റ്റർ. നിങ്ങളുള്ള മീറ്റിങ്ങുകളിൽ മമതയ്ക്ക് ഈക്കപ്പൊറുതിയില്ല എന്നുള്ള അവസ്ഥയുണ്ട്. ഞാനാണ് ഇന്ത്യ ബ്ലോക്കിൻ്റെ പേര് നിശ്ചയിച്ചിട്ടുള്ളത്, ഞാനാണ് ഇന്ത്യ ബ്ലോക്കിനെ ഒരു ജെല്ലായി മാറിയിട്ടുള്ളത്. പക്ഷേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, യോഗം നിയന്ത്രിക്കുന്നത് സീതാറാം യെച്ചൂരിയാണെന്ന പരാതി അവർക്ക് ദീർഘകാലമായി ഉണ്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവുമുള്ള ഇന്ത്യൻ രാഷ്ട്രീയ നിലയെ പരിശോധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും പകൽ വെളിച്ചം പോലെ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പ്രതിപക്ഷ സഖ്യം ശക്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തെ എഴുതിത്തള്ളാൻ വേണ്ടി കഴിയും എന്നുള്ളതിലൊക്കെയായിരുന്നല്ലോ നരേന്ദ്രമോദിയും BJPയും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 400 സീറ്റുകൾ ലഭ്യമാകും എന്ന് പറയുന്നതിൻ്റെ ഉള്ളടക്കം അതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം പ്രതിപക്ഷ രംഗത്തുണ്ടായിട്ടുള്ള വലിയ ഐക്യം, തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് ശേഷമുള്ള വിവിധ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിനുണ്ടായിട്ടുള്ള പൊതുവായ ചിത്രം, ഇതെല്ലാം തന്നെ ഇന്ത്യ സഖ്യം കുറെ കൂടി കരുത്തോടെ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളത് സാർവത്രികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നു മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കാണാനാവുന്നത്? മൗലികമായ വിഷയങ്ങളിലടക്കം നരേന്ദ്രമോദി കോടതികളിൽ നിന്നുൾപ്പെടെ തിരിച്ചടി നേരിടുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്നത് അതിനുശേഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ നവമാധ്യമങ്ങളുടെ അതിന് മേലെയെല്ലാം തന്നെ സെൻസറിങ് ഏർപ്പെടുത്താനുള്ള നീക്കം അത് അന്യായമാണ് എന്ന് പറഞ്ഞത് അതിനുശേഷമാണ്. അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യം വന്നത് അതിനുശേഷമാണ്. ഇങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് ഏറ്റിരിക്കുന്ന കടുത്ത ആഘാതങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നല്ലതുപോലെ അവരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പാർലമെൻ്ററി ജനാധിപത്യവും ഇന്ത്യയിലെ മതനിരപേക്ഷതയും ഇന്ത്യയിലെ ഫെഡറലിസവും എല്ലാം തന്നെ കടുത്ത വെല്ലുവിളിയിലാണെന്നും അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നല്ലതുപോലെ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് യോഗേന്ദ്ര യാദവ് അടക്കം പറയുന്നത് NDAക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. നോക്കൂ, ഇന്ത്യ ബ്ലോക്കിനോടൊപ്പം അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന സിഫോളജിസ്റ്റ് ആയിട്ടുള്ള യോഗേന്ദ്ര യാദവ് ഈ NDAക്ക് ഭൂരിപക്ഷം കിട്ടും. ഇനി അഥവാ ഇന്ത്യ ബ്ലോക്കിന് ഭൂരിപക്ഷം കിട്ടി, ഇവരുടെ പ്രവചനത്തിന് അപ്പുറത്തേക്ക് കൂട്ടാടിയായിരിക്കില്ലേ 1-ാമത്തെ ദിവസം ശ്രീ എം പ്രകാശ് മാസ്റ്റർ? ഇപ്പം നേരത്തെ VP സിംഗിൻ്റെ ഗവൺമെൻറ് വന്നിട്ടുള്ളൊരു പശ്ചാത്തലം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു സഖ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് രൂപീകരിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഒരു സഖ്യം ഐക്യത്തോട് ഉയർന്നു വരാനും ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാനും ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് നമുക്കെല്ലാം നമ്മുടെ മുമ്പിലൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന ഗുരുതരമായ വിപത്ത് ഇന്ത്യയിൽ 75 വർഷക്കാലമായി നിലനിൽക്കുന്ന അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയുടെ ഘടന അത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതാണ് പ്രതിപക്ഷ ഐക്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാതൽ. അത് ശക്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളിൽ ഒരു സംശയമുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. പക്ഷേ ഈ മൗലികമായ പ്രശ്നത്തിന് മേലെ യോജിക്കാനുള്ള കരുത്ത് കൂടുതൽ ശക്തമായിട്ട് വരുന്നു. അതാണ് ഇന്ത്യ സഖ്യത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ കാലമത്രയും ഉന്നയിക്കാത്ത രൂപത്തിൽ തനി വർഗീയത പ്രചരിപ്പിക്കാൻ ഇടയാവുന്ന കാര്യം എന്താ? മറ്റൊന്നുമല്ല, തനിക്ക് ഇന്നലെ വരെ പറഞ്ഞതുപോലെ വികസന കാര്യത്തെക്കുറിച്ചോ ഇന്ത്യ സാമ്പത്തികമായിട്ട് മുന്നേറുന്നു എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോ പറഞ്ഞാൽ അധികാര കസേര സ്വായത്തമാക്കാനാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഒരു പ്രധാനമന്ത്രി ഉന്നയിച്ചിട്ടില്ലാത്ത വാദങ്ങൾ. ദയവായി തുടരുക.